ഡിവൈഎസ്പിമാരുടെ സ്ഥലം മാറ്റ പട്ടിക മുഖ്യമന്ത്രി മടക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ്. CPM ജില്ലാ കമ്മിറ്റികൾ നൽകുന്ന പേരുകൾ പരിഗണിക്കാനാണ് പകരം നിർദ്ദേശം. ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ അഭിപ്രായം തേടണം. ഏകപക്ഷീയമായി ചില നേതാക്കൾ മാത്രം കാര്യങ്ങൾ തീരുമാനിക്കരുതെന്നുള്ള നിർദ്ദേശമാണ് വരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുമായി നമ്മളോടൊപ്പം ചേരുന്നത് രാജീവാണ്. രാജീവ്, വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയം. എന്തായാലും പോലീസിൽ അതും ഡിവൈഎസ്പിമാരുടെ പട്ടികയും CPM തീരുമാനിക്കണമെന്നതാണോ? സാധാരണ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിമാരെയും SHOമാരെയും ജില്ലകൾക്ക് പുറത്തേക്ക് മാറ്റി നിയമിക്കാറുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചാണ് അത്തരമൊരു സ്ഥലമാറ്റം നടപ്പാക്കുക. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചാലുടൻ ഡിവൈഎസ്പിമാരെയും അതുപോലെ തന്നെ SHOമാരെയും തിരികെ നിയമിക്കുന്നതും കാലങ്ങളായുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഏതായാലും ഡിവൈഎസ്പിമാരുടെ ഒരു പട്ടിക, അതായത് സ്ഥലം മാറ്റി എവിടെ നിയമിക്കണമെന്ന ഒരു പട്ടിക ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സമർപ്പിച്ചത്. ഈ പട്ടികയാണ് മുഖ്യമന്ത്രി നേരിട്ട് മടക്കിയിരിക്കുന്നത്. അതായത് ആഭ്യന്തര വകുപ്പിന് കൈമാറിയിരിക്കുന്ന ആ പട്ടിക മുഖ്യമന്ത്രി നേരിട്ട് മടക്കിയിരിക്കുന്നു. അതിന് കാരണമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇനി മുതൽ CPM ജില്ലാ കമ്മിറ്റി നൽകുന്ന പട്ടികയ്ക്കനുസരിച്ച് വേണം സ്ഥലം മാറ്റങ്ങൾ നടപ്പാക്കാൻ. ഇതുവരെ CPM ഉയർന്നിരുന്ന വലിയൊരു വിമർശനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ മാത്രം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു, സ്ഥലം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ CPMന്റെ ഓഫീസിൽ നിന്ന് ചിലരും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ഇതിനൊപ്പം തന്നെ ചില സംഘടനാ നേതാക്കളും ചേർന്നാണ് നടപ്പാക്കുന്നത് എന്ന വിമർശനം CPMൽ ഉയർന്നിരുന്നു. ഇനി അത് പറ്റില്ല എന്ന് CPM വ്യക്തമാക്കുകയും ചെയ്തു. CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ചേർന്നപ്പോൾ ഉയർന്ന വലിയ വിമർശനം തന്നെ ഇതായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെ CPM നേതാക്കൾ അറിയുന്നില്ല. CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റികളും അറിയാതെയാണ് SHOമാരെയും DSPമാരെയും നിയമിക്കുന്നത്. ഇനി മുതൽ അത് നടപ്പാക്കാൻ കഴിയില്ല. മാത്രമല്ല ഈ കനത്ത തോൽവി തന്നെയാണ് CPMന് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിന് പ്രധാന കാരണം പോലീസുമായി ബന്ധപ്പെട്ട വീഴ്ചകളാണ്. പല സ്ഥലങ്ങളിലും ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിക്കുമ്പോൾ അവിടെയുള്ള ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റ് CPM നേതാക്കളോ ഇക്കാര്യത്തെക്കുറിച്ച് അറിയാറില്ല. അതിന് പകരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരും അതിനൊപ്പം ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ചില സംഘടനാ നേതാക്കളും ചേർന്ന് സ്ഥലം മാറ്റങ്ങൾ തീരുമാനിക്കുന്നു. ഇനി മുതൽ അത് നടക്കില്ല എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യം CPM മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഈ പട്ടിക മടക്കിയിരിക്കുന്നത്. CPM ജില്ലാ കമ്മിറ്റികൾക്ക് ഈ പട്ടികയുമായി ബന്ധപ്പെട്ട പേരുകൾ നിർദ്ദേശിക്കാനുള്ള ഒരു നിർദ്ദേശം തന്നെ നൽകിയിരിക്കുന്നു. ഇതിനൊപ്പം തന്നെ ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികളെ കൂടി പരിഗണിക്കണം, അവരുടെ നിർദ്ദേശം കൂടി പരിഗണിക്കണമെന്ന ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ഥലമാറ്റ പട്ടിക മടക്കിയിരിക്കുന്നതും ഈ സ്ഥലമാറ്റം നടപ്പാക്കുന്നത് ഈ രീതിയിൽ വൈകുന്നതും. കാരണം നേരത്തെ ഉണ്ടായിരുന്ന പതിവനുസരിച്ചാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചാൽ ഉടൻ തന്നെ പോലീസിൽ അഴിച്ചുപണി ഉണ്ടാകാറുണ്ട്. നേരത്തെ സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥരെ തിരികെ നിയമിക്കുന്നത് പതിവാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പ് ഒരു പട്ടിക തയ്യാറാക്കി നൽകിയത്. മാത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഇന്റലിജൻസും ഇതുമായി ബന്ധപ്പെട്ട ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. കുഴപ്പക്കാരായ ഉദ്യോഗസ്ഥരെ ഒരു കാരണവശാലും പ്രധാന പദവികളിൽ നിയമിക്കരുത് എന്ന ആവശ്യം സംസ്ഥാന ഇന്റലിജൻസ് മുന്നോട്ട് വെച്ചിരുന്നു. ഈ പട്ടികയ്ക്കനുസരിച്ച്, അതായത് ഇന്റലിജൻസ് നൽകിയ പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെയും പ്രധാന പദവികളിൽ നിയമിക്കരുത് എന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. അതായത് CPM പോലീസിൽ കൂടുതൽ പിടിമുറുക്കുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർ മാത്രമായിരുന്നു കാര്യങ്ങൾ നിയന്ത്രിച്ചതെങ്കിൽ ഇനി CPM ബ്രാഞ്ച് ലോക്കൽ കമ്മിറ്റികൾക്ക് കൂടി ഇതിൽ ഒരു പങ്കാളിത്തം ഉണ്ടാവുകയാണ്. അവർ നൽകുന്ന പട്ടിക കൂടി അനുസരിച്ചായിരിക്കും CPM ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെ നടപ്പാക്കുക. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടി തന്നെയാണ് ഇതിന് പ്രധാന കാരണം. മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലുമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ പട്ടിക മടക്കിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഈ പട്ടിക, അതായത് CPM ജില്ലാ നേതൃത്വം പട്ടിക നൽകാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്ഥലമാറ്റം നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ രീതിയിൽ കാര്യങ്ങൾ പോയില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നാണ് നിലവിൽ CPM നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി ഈ ഒരു ആവശ്യത്തിന് വഴങ്ങിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും തീർച്ചയായും ആ വാർത്തകളിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. കാരണം CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കാൻ ഇരിക്കുകയാണ്. എന്തായാലും അതിൽ രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രാജീവ് ചൂണ്ടിക്കാട്ടിയ പോലെ തന്നെ അതുപോലെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണിത്. രാജീവിലേക്ക് നമുക്ക് വരും മണിക്കൂറുകളിൽ വിശദമായി വരേണ്ടതുണ്ട്. കാരണം ഇതിലും ഞങ്ങൾ പ്രതികരണങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് തേടുന്നുണ്ട്. CPMന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി വരികയാണ്. തീർച്ചയായും 9 മണിക്ക് ഈ വാർത്തയുടെ വിശദമായ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ വിശകലനങ്ങളും പ്രതികരണങ്ങളും ഒക്കെയായി രാജീവ് വീണ്ടും എത്തും. അങ്ങനെ തന്നെയല്ലേ രാജീവ്?
ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ചും CPM പോലീസിൽ കൂടുതൽ പിടിമുറുക്കുന്നു. നിലവിൽ തന്നെ CPM-ന്റെ കയ്യിലാണ് പോലീസ് സംഘടന, പോലീസ് സേന. ഇതിനൊപ്പം തന്നെയാണ് നിലവിൽ CPM തന്നെ പരാതി പറയുന്നത് തങ്ങളുടെ കൈവശമല്ല, തങ്ങളല്ല കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് കൂടുതൽ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത് എത്രത്തോളം അപകടകരമാണെന്ന് ഒരുപക്ഷെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ പറയേണ്ടതായുണ്ട്. അത്തരം ചർച്ചകളിലേക്ക് നമുക്ക് പോകേണ്ടതായുണ്ട്.